സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ, സ്വാഗതം. നമസ്കാരം. സാർ, വിഴിഞ്ഞത്തേക്ക് MSC എന്ന് പറയുന്ന അന്താരാഷ്ട്ര ഭീമൻ കപ്പൽ കമ്പനി വരുന്നതിനെക്കുറിച്ചാണ് വലിയ ആക്ഷേപം വരുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ലോകത്തെ 5-1 ചരക്ക് കൈകാര്യം ചെയ്യുന്ന വലിയ ബഹിരാഷ്ട്ര ഭീമൻ കമ്പനിയാണ്. MSC വിഴിഞ്ഞത്തേക്ക് വരുന്നതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രാധാന്യം വലിയ രീതിയിൽ വർദ്ധിക്കും എന്ന് പറയപ്പെടുന്നു. MSCയുടെ തന്നെ കീഴിലുള്ള വമ്പൻ ചരക്ക് കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തും. പിന്നെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത ചാനലിൽ വിഴിഞ്ഞം ഒരു സുപ്രധാന MSCയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന സംഗതിയായി വരുമെന്നും പറയുന്നു. ഇതിൻ്റെ ഓഹരി കൈമാറ്റം സംബന്ധിച്ചുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് അദാനി ഇപ്പോഴും പറയുന്നത്. ഏതായാലും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു എംപവേർഡ് കമ്മിറ്റി ഇത് പരിശോധിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ: ഏതൊരു സംഗതിയെക്കുറിച്ചും ആദ്യം വിവാദം മാത്രം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥ ലക്ഷ്യം അകന്നകന്ന് പോകുന്നൊരു അവസ്ഥ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണോ നടക്കുന്നത്? അതോ ഈ ആശങ്കകളിൽ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അടക്കമുള്ള ആശങ്കകളിൽ ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമുണ്ടോ? പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദാനി കേരളത്തിൽ ഈ നിക്ഷേപത്തിന് വരുന്നത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം വികസിപ്പിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു സുഖകരമായ അല്ലെങ്കിൽ സമ്പദ് സമൃദ്ധമായ ജീവിതം ലഭ്യമാക്കാൻ വേണ്ടിയല്ല. അദാനി വരുന്നത് അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോ 1005 കണ്ടെയ്നറുകൾ ഈ വിഴിഞ്ഞം തുറമുഖത്ത് അടുത്തിട്ട് പോയി. ഇന്നിപ്പോ അവിടെ നമ്മുടെ തുറമുഖം യാഥാർത്ഥ്യമാണ്. അപ്പൊ ചില യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. ഈ പറഞ്ഞതുപോലെ ഈ പതിറ്റാണ്ടുകളായിട്ട് ഒരു ഡ്രഡ്ജിങ്ങോ ആവശ്യമില്ലാതെ പ്രകൃതിദത്തമായ വിഴിഞ്ഞം അവിടെ ഇങ്ങനെ നമ്മളെ കാത്തു കിടക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ആ ഒരു ധീരമായ നടപടി സ്വീകരിച്ചു. ആ കരാറ് ഒരുപക്ഷെ വേണമെങ്കിൽ മെച്ചമാക്കാമായിരുന്നിരിക്കാം. അതല്ലെങ്കിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ കൂടുതൽ സംരക്ഷിച്ചുകൊണ്ടുള്ള കരാർ ഉണ്ടാക്കാമായിരുന്നു. അതല്ലെങ്കിൽ മറ്റു പലർക്കും കൊടുക്കാം എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകൾ ഉണ്ടെങ്കിൽ പോലും ഇത് മുമ്പോട്ട് വന്ന ഒരു കമ്പനിയുമായി ഡീൽ ഉണ്ടാക്കി എന്ത് തന്നെയാണെങ്കിലും ഇപ്പം വിഴിഞ്ഞം ഹാർബർ യാഥാർത്ഥ്യമാണ്. അതിന്റെ 850 മീറ്റർ ബെർത്ത് അവിടെയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോ 2 കാര്യങ്ങളാണ് ഇന്ന് ഈ അന്താരാഷ്ട്ര, അതായത് വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക ഈ പ്രസിദ്ധീകരണങ്ങളില്, പത്രങ്ങളില് ഒക്കെ 2 സംഗതികളാണ് ഇപ്പോൾ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ MSC കമ്പനി ഇവിടെ 1.4 ബില്യൺ 13,000 കോടി റുപ്യോളം രൂപ കേരളത്തിൽ ഒരു പോർട്ടിൽ അവരുടെ ഈ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ടിൽ, അതായത് ടെർമിനലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുക, അതിലേക്ക് അവർ നിക്ഷേപിക്കുന്നു. മറ്റൊന്ന്, അമേരിക്കയിലെ ലോജിസ്റ്റിക് കമ്പനി ആയിട്ടുള്ള ഫെഡെക്സ് എന്ന് പറയുന്ന കമ്പനി, ആ ഫെഡെക്സ് എന്ന് പറയുന്ന കമ്പനി ഇതേ രൂപ 1.4 ബില്യൺ ഡോളേഴ്സ് അമേരിക്കയില് ചെലവഴിച്ച് ഈ ഫെഡെക്സിന്റെ ലോജിസ്റ്റിക് കമ്പനിയെ കംപ്ലീറ്റ് അവർ വിലയ്ക്ക് വാങ്ങും. അതായത് ഞാനിത് ഈ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ ഞാനിന്ന് അവിടെ ഈ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി കഴിഞ്ഞ 30 വർഷമായിട്ട് സമരം നടത്തുന്ന ഒരു മാധ്യമപ്രവർത്തകനുണ്ട്, ഏലിയാസ് ജോൺ. ആ ഏലിയാസ് ജോണിന്റെ ഒരു വീഡിയോ ഇന്ന് ഞാൻ കാണുകയുണ്ട്. അതിന് ഏലിയാസ് ജോൺ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ചിട്ടാണ്, അത് വളരെ കറക്റ്റുമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അത് നമ്മൾ പിന്നീട് ചെക്ക് ചെയ്താൽ മതി, നമ്മുടെ നെറ്റിലൊക്കെ നോക്കി ഫെഡെക്സ് അടിച്ചു നോക്കിയാൽ കിട്ടും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഫെഡെക്സ് കമ്പനി അവരുടെ 250 കോടി ചതുരശ്ര സ്പേസും 150ഓളം വെയർ ഹൗസസ് ഉൾപ്പെടെ ഈ അമേരിക്കൻ ഈ കമ്പനിയായ ഫെഡെക്സ് CMA CGM എന്ന് പറയുന്ന കമ്പനിക്ക് കൈമാറിയിരിക്കുകയാണ്, വിറ്റിരിക്കുകയാണ്. CMA CGM എന്ന് പറയുന്നത് ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആസ്ഥാനമായിട്ടുള്ള ലോകത്തിലെ 3ാമത്തെ ഷിപ്പിംഗ് കണ്ടെയ്നർ കമ്പനിയാണ്. 1ാമത്തത് MSC, അവർക്ക് ലോകത്തിലെ ചരക്ക് നീക്കത്തിലെ 21% പങ്കുണ്ട്. 2ാമത്തെ മെഴ്സ്ക്, അവർക്ക് 14% ഉണ്ട്. പിന്നെ 3ാമത്തത് ഫ്രാൻസിലെ CMG കമ്പനിയാണ്. അവരാണ് ഇപ്പോൾ ഈ ഫെഡെക്സിൽ ചെലവഴിച്ചിരിക്കുന്നത്. ഈ ഫെഡെക്സിന്റെ സിഇഒയെ അമേരിക്കൻ വൈറ്റ് ഹൗസിൽ വിളിച്ച്
അദ്ദേഹം വിശദമായ രീതിയിൽ ആതിഥേയത്വ മര്യാദ പാലിച്ചുകൊണ്ട് സൽക്കാരം നടത്തുകയും വരുന്ന 10 വർഷത്തിനുള്ളിൽ എനിക്ക് തോന്നുന്നു $20 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്താം എന്നുള്ള വാഗ്ദാനം ഈ CMG കമ്പനിയിൽ നിന്ന് ട്രംപ് വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. ഇതേ ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് MSC കമ്പനി കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിപ്പോ നമ്മൾ ഇവിടെ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ആയി മാറും. അതാണ് ഇതിന്റെ ഒരു സങ്കടകരമായ അവസ്ഥ. ഇതിന്റെ ഒരു മെറിറ്റിലേക്ക് ആരും നോക്കുന്നില്ല. ഉദാഹരണത്തിന് പല പല തിയറികളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു വളരെ എന്താ പറയാ, യാതൊരു പഠനവുമില്ല, നിരീക്ഷണവും ഇല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഈ ചാനലുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ സിമ്പിൾ ചോദ്യമേ ഉള്ളൂ. ഇവിടെ ഒരു ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യാൻ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSC 13,270 കോടി രൂപ ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അദാനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണോ MSC ചെലവഴിക്കുന്നത്, അതോ MSCക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണോ? സിമ്പിൾ ചോദ്യമാണ്. എന്തുകൊണ്ട് ഈ ഇന്ത്യയിലെ ഒരു കുഞ്ഞു രാജ്യമായ കേരളത്തിലെ ഈ പോർട്ടിൽ എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കണ്ടെയ്നർ കമ്പനിയായ MSC ഇത്രയും വലിയ തുക നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ആഗോളതലത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ആഗോളതലത്തിൽ. ഇപ്പൊ കേരളം പോലും ഈ ഒരൊറ്റ ഇൻവെസ്റ്റ്മെന്റിലൂടെ ലോകത്തിന്റെ നെറുകയിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ അവിടെ ഈ കോവളത്ത്, ഈ വിഴിഞ്ഞത്ത് ഈ MSC കമ്പനി 13,000 കോടി രൂപ കൊണ്ട് നിക്ഷേപിക്കുന്നത് അവരുടെ കപ്പൽ മാത്രം ഇറക്കാനല്ല. കാരണം ഇത് 2,500 2,250 2000 മേൽ നീളമുള്ള ബെർത്ത് വരുമ്പോൾ മറ്റ് കപ്പലുകൾ ഇവിടെ വന്നേ പറ്റൂ. കാരണം അവർ ഈ കാശിറക്കുന്നത് ഈ പറഞ്ഞതുപോലെ അവരും കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടി അല്ല. അവര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും 41 സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഈ MSC കമ്പനി. അതുപോലെ അവരുടെ അടുത്തൊരു ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെയാണ് ഇന്ത്യയിലെ ഒരു പോർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു നിക്ഷേപമാണ്. ആദ്യമായിട്ടാണ് കിട്ടുന്നത് ഇത്രയും രൂപ. അപ്പൊ അവിടെ എല്ലാവരും പറയുന്നത് ശരിയാണ്. ഞാൻ പറഞ്ഞല്ലോ, അദാനി വരുന്നത്, അയാൾ ബിസിനസ്മാനാണ്. അയാൾ 1 രൂപ ചെലവഴിച്ചു കഴിഞ്ഞാൽ 1000 രൂപ അതിനകത്ത് ഉണ്ടാക്കാൻ നോക്കും. നാച്ചുറലാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ ഷെയർ ഈ MSC കമ്പനി ഇവിടെ നിക്ഷേപിക്കുന്നത് അദാനിക്ക് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ല. പറ്റില്ല അത്. കാരണം MSCക്ക് ഇതിനകത്ത് റിട്ടേൺ വേണമല്ലോ. ആ റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ അതിവിടെ നിക്ഷേപിച്ചേ പറ്റൂ. നിക്ഷേപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മറ്റ് കപ്പലുകൾക്കും വന്നേ പറ്റൂ. അനുബന്ധമായിട്ട് നമ്മളിവിടെ എന്ത് വേണം? പുറത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. അതായത് ഇപ്പം 300 ഏക്കർ സ്ഥലം സർക്കാർ കിൻഫ്ര വഴി ഏറ്റെടുത്ത് കൊടുക്കണം എന്നുള്ളൊരു വ്യവസ്ഥ ഇതിനകത്തുണ്ടായിരുന്നു കരാറിൽ. AVVPL, അതായത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടാക്കിയ കരാറിൽ 300 ഏക്കർ സ്ഥലം കിൻഫ്ര അവിടെ എടുത്ത് നൽകണം. അതിന് ഇതുവരെ 50 ഏക്കർ സ്ഥലം മാത്രമാണ് ഐഡന്റിഫൈ ചെയ്ത്. അതുപോലും ഇപ്പോഴും മനസ്സിലാക്കുന്നത് കളക്ടറുടെ മേശപ്പുറത്തിരിക്കുകയാണ്. അതേപോലെ തന്നെ 700 ഏക്കർ സ്ഥലം ഈ കമ്പനി അദാനി വിസിലാണെന്ന് തോന്നുന്നു ഏറ്റെടുക്കേണ്ടത്. വിസിലാണോ, അല്ല സോറി, അദാനി പോർട്ടാണോ ഏറ്റെടുക്കേണ്ടതെന്ന് തോന്നുന്നു. അതും ഇതുവരെ സ്ഥലം കണ്ടെത്തിയിട്ടില്ല. ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ സജീവമായ ഒരു ഇനിഷ്യേറ്റീവിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. മാത്രമല്ല, ഒരു വർഷം 3 വർഷത്തിനകം 4 വരി പാത അവിടെ പുറത്ത് നിർമ്മിക്കണം കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ റെയിൽ കണക്ടിവിറ്റി വേണം. ആദ്യത്തെ വർഷം തന്നെ ഇതിനുള്ള സ്ഥലം ഏറ്റെടുക്കണം എന്നുള്ള കരാറിലുള്ളതാണ്. ഇതുവരെ ഒരു ചെറിയൊരു നീക്കം പോലും നടത്തിയിട്ടില്ല. 2, റെയിൽ കണക്ടിവിറ്റി ഇപ്പോൾ പോലും അതിന്റെ രൂപരേഖ തയ്യാറായിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് പുറത്തുള്ള യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഓട്ടോറിക്ഷക്കാരന് പോലും അല്ലെങ്കിൽ ഒരു തട്ടുകടക്കാരന് പോലും ഇപ്പോഴും ഈ വിഴിഞ്ഞം പോർട്ടിന് പുറത്ത് ഈ പോർട്ട് വന്നതിന്റെ ഗുണം കിട്ടാത്ത അവസ്ഥയാണ്. കാരണം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ലോജിസ്റ്റിക്സ്, അതായത് സപ്ലൈ ചെയിൻ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് പുറത്തേക്ക് വാഹനങ്ങൾ, പിന്നെ കണ്ടെയ്നറുകൾ പോകണം, വരികയും പോവുകയും ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ വിവിധ കമ്പനികൾ ഈ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളിൽ കിൻഫ്ര ഈ 300-700 ഏക്കറിലുള്ള സ്ഥലങ്ങളിൽ വിവിധ കമ്പനികൾ നിക്ഷേപങ്ങളോട്ട് വരും. അങ്ങനെയാണ് ഈ ഡെവലപ്മെന്റ്സ് അവിടെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാവുന്നത്. അപ്പൊ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ MSC കമ്പനി ഇത്രയും വലിയ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, രണ്ടാമത് പറയുന്നത് കുത്തകയുടെ പ്രശ്നമാണ്.
ഒരു കാര്യം ചെയ്യും, ഇപ്പൊ ഇവരിപ്പോ സപ്ലിമെന്ററി കരാറിനെ കുറിച്ച് ചിന്തിക്കുന്നു. വേണമെങ്കിൽ അത് നമുക്ക് അങ്ങനെ ഒരു ഇപ്പം MSC കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ empty കണ്ടെയ്നേഴ്സ് ഇവിടെ കൊണ്ട് സ്റ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ചിലപ്പം ന്യായമായ സംഗതി അങ്ങനെ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള സപ്ലിമെന്ററി കരാർ ഏർപ്പെടാവുന്നേ ഉള്ളൂ. അതിപ്പം അദാനി കമ്പനിയും അത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ആ വ്യവസ്ഥ തീർപ്പിലാക്കിക്കൊണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് കേരളത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. നമുക്കൊക്കെ ഈ പറഞ്ഞതുപോലെ കേട്ടുപരിചയം 13,000 കോടി എന്നൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മളങ്ങ് വരണ്ടു പോവുകയാണ് സാധനം ചെയ്യുന്നത്. നമുക്കത് ശീലമില്ലാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് ഇവിടെയാണ് വരുന്നത്. അപ്പോ പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മൊണോപ്പൊളിയുടെ കാര്യം പറയുന്നത്. ആ മൊണോപ്പൊളിയുടെ കാര്യത്തിനകത്തും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ MSC കമ്പനി 13,000 ശിഷ്ടം കോടി റുപ്യ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കപ്പലുകൾ മാത്രം ഇവിടെ കൊണ്ട് ബെർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ട്രാൻസ്ഷിപ്മെന്റ് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിനകത്തുള്ള മുടക്കുമുതൽ കിട്ടത്തില്ല. മാത്രമല്ല അത് മുഴുവൻ ആവശ്യം വരില്ല. 2,000-2,500 പിന്നെ മീറ്ററിലേക്ക് ഇത് വരുന്ന സമയത്ത് മുഴുവൻ അവർക്ക് ആവശ്യം വരില്ല. അപ്പോ പിന്നെ ഈ കപ്പൽ കമ്പനികൾ തമ്മിലുള്ള മത്സരം നടക്കുന്നത് ഒരിക്കലും ബെർത്തിന്റെ മേഖലയിലല്ല. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഈ കുത്തക എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ വെറുതെ അങ്ങോട്ട് കാശിയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും സങ്കടം തോന്നും, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും മുൻ മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന വ്യക്തികളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ. കാരണം ഈ കപ്പൽ കമ്പനികളുടെ മത്സരം നടക്കുന്നത് 2 മേഖലയിലാണ്. നല്ല കടുത്ത മത്സരമാണ് ഈ കപ്പൽ കമ്പനികൾ, സംശയമില്ല. അത് നടക്കുന്നത് ഒന്ന് ഈ ഏറ്റവും നല്ല ക്ലയന്റിനെ സമ്പാദിക്കാനുള്ള മത്സരം ഈ കമ്പനികൾ. 2 കപ്പൽ റൂട്ടുകൾക്ക് വേണ്ടിയുള്ള മത്സരം. ഈ 2 മത്സരം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുമ്പിരി കൊണ്ട മത്സരമാണ്. അതേസമയം കടലിൽ ഇവർ ഒന്നിച്ചാണ് ഡീൽ ചെയ്യുന്നത്. ഇവർക്കൊരു കൺസോർഷ്യം ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പോ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കരീബിയൻ ഐലൻഡിൽ നിന്ന് കുറെ സാധനങ്ങൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കണം. പെട്ടെന്ന് അവിടെ നിന്ന് വരുന്ന MSC കപ്പലില്ല. മറിച്ച് ഇപ്പൊ CMA CGMന്റെ ഒരു കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുന്നു. അവർ സ്വാഭാവികമായിട്ട് CMA CGMന്റെ കപ്പൽ കയറ്റിയാണ് വിടുന്നത്. അതിനുവേണ്ടിയുള്ള കരാറുകളുണ്ട്. അതായത് വെസൽ ഷെയറിംഗ് എഗ്രിമെന്റ് എന്ന് പറയും. ഈ എഗ്രിമെന്റ്, ഇങ്ങനെ ഒരു കൺസോർഷ്യം ഉണ്ട്. ഈ കപ്പലുകൾ തമ്മിൽ കടലിൽ അവർ സഹകരിച്ചാണ് ഇരുന്നത്. ആരും empty സ്പേസ് ഇട്ട് യാത്ര ചെയ്യില്ല. ചരക്ക് കപ്പൽ നീക്കം നടത്തത്തില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു കപ്പലിൽ empty സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റു കപ്പലുകൾക്ക് ആ വിവരം കിട്ടുകയും ഇവരുമായിട്ട് കരാർ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ കപ്പലിലേക്ക് കൊടുത്തേക്കേണ്ടതുണ്ടെങ്കിൽ അവരുടെ കപ്പലുകൾ വരുന്നില്ല എങ്കിൽ കൊടുത്തേക്കുകയും ചെയ്യുന്ന പരസ്പരം സഹകരിച്ചുള്ള ഒരു നീക്കമാണ് കടലിൽ ഇവർ നടത്തുന്നത്. ഒരേ സമയം അവർ മത്സരിക്കുകയും അതേസമയം പരിപൂർണമായ ഒരു കൺസോർഷ്യം ഉണ്ടാക്കി സഹകരിച്ചും കൊണ്ടാണ് ഇവർ പോകുന്നത്. ഇതൊന്നും അറിയാതെയാണ് ഈ നമ്മുടെ ആൾക്കാർ വന്ന് വെറുതെ ഒരു കുത്തക MSC ഇങ്ങനെയൊക്കെ. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവും. മറിച്ച് നമ്മളിവിടെ ഗവൺമെന്റ് ആണ് നിശ്ചയിക്കുന്നത് നമ്മളുടെ ഇവിടെ എങ്ങനെ കാര്യങ്ങൾ നടക്കണമെന്നുള്ളത്. ഏത് കമ്പനി വന്നു കഴിഞ്ഞാലും ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളാണ്. അപ്പൊ ഡെമോക്രസിയെ വളരെ ഇകഴ്ത്തി കാണിക്കുകയും വീക്കാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ കുത്തക വിഴുങ്ങും. ഇത് നമ്മൾ കഴിഞ്ഞ 8-9 പതിറ്റാണ്ടുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളം ഈ ഇങ്ങനെ ചതഞ്ഞു കിടക്കാൻ കാരണം, ചത്ത് കിടക്കാൻ കാരണമുള്ള പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു നറേറ്റീവാണ്. എന്താ ഈ കുത്തക വരുമ്പോൾ നമ്മളിങ്ങനെ കൈ കെട്ടി ഇങ്ങനെ കഴുത്ത് കാണിച്ചു കൊടുക്കും വിഴുങ്ങാനായിട്ട്. പക്ഷെ സാർ ഇതില് ഈ വിഴിഞ്ഞം അദാനി ലിമിറ്റഡുമായിട്ട് ഉണ്ടാക്കിയ സർക്കാരിൻ്റെ കരാർ പ്രകാരം തന്നെ ഈ തുറമുഖത്ത് ഉണ്ടാകുന്ന, അതായത് 16 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന വരുമാനത്തിൻ്റെ 40% കേരള സർക്കാരിന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ അദാനി ഒരു കുത്തക മുതലാളിയാണ്. ആ അദാനി സ്വന്തം കയ്യിലുള്ള എന്തോ ആയിക്കോട്ടെ, ഏതായാലും 40% വരുമാനം കേരളത്തിന് അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ അദാനി പോർട്ട് നടത്തിയാൽ ഈ കുത്തക പ്രശ്നമില്ല. അദാനി തൻ്റെ ഷെയർ അതിൽ 51% കൈവശം പെടുത്തി 49% മറ്റൊരു കുത്തകയ്ക്ക് കൊടുത്താൽ അതൊരു കുത്തകയാകും. എന്നിരുന്നാലും ഈ 13,000 കോടി രൂപയുടെ നിക്ഷേപം, ഏതാണ്ട് അദാനി 2,400 രൂപ മുടക്കി 13,000 കോടി രൂപ സമ്പാദിച്ചു എന്നൊക്കെയാണ് ആക്ഷേപം വരുന്നത്. പക്ഷേ ആ 13,000 കോടി രൂപ അത് വരുമാനമല്ലാതെ നിക്ഷേപം എന്നാണ് അദാനി വിശദീകരിക്കുന്നത്. എന്തുമായിക്കോട്ടെ, ഇത്രയും വലിയ നിക്ഷേപം വരുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് നിരവധി തൊഴിലവസരങ്ങൾ, മറ്റ് അനന്തമായ സാധ്യതകൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇതിനെ കണ്ണോടെ ചെതിർക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഇത് വെറുതെ ഒരു പ്രാഥമികമായ വിവരങ്ങൾ പോലും ശേഖരിക്കാതെയാണ് കുത്തക. ഇത് പറഞ്ഞാൽ ഇത് ഏക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ട്. ഇതിനെ
ജനങ്ങളെ ശക്തമായിട്ട് നേരിടും. ഉദാഹരണത്തിന് ഇപ്പൊ അമേരിക്കയിലെ നേരത്തെ ഫെഡെക്സിന്റെ ഈ ഓഹരി, അപ്പം ഈ മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. ഈ ഫെഡെക്സിന്റെ സിഇഒ ആരാണെന്ന് അറിയാമോ? രാജ് സുബ്രഹ്മണ്യം. രാജ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിരുവനന്തപുരത്ത് പഠിച്ച പഴയ കേരള DGP ആയിരുന്ന ശ്രീ സുബ്രഹ്മണ്യത്തിന്റെ മകനാണ് മലയാളിയായ രാജ് സുബ്രഹ്മണ്യം. ഈ രാജ് സുബ്രഹ്മണ്യത്തിന്റെ അടുത്തുനിന്ന് ഒരു ഫോൺ കോൾ വിളിച്ച് അദ്ദേഹം മലയാളത്തിൽ സംസാരിക്കും, ഇതെന്താണ് ഇതിന്റെ സംഗതി എന്നുള്ളത്. അപ്പൊ അതാ ഏലിയാസ് ജോൺ അതിനകത്ത് പറയുന്നത് വളരെ കറക്റ്റ് ആണ്. അദ്ദേഹത്തിനോടൊന്ന് വിളിച്ച് ചോദിച്ചാൽ പോലും മതിയാവും, ഇതിങ്ങനെ വരുന്നതുകൊണ്ട് എന്തായിരിക്കും ഇതിന്റെ ഗുണം. ഇതിപ്പോ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല. ഇവിടെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളൊക്കെ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. ഈ ലയോള സ്കൂളിൽ പഠിച്ച വ്യക്തിയാണ് ഈ രാജ് സുബ്രഹ്മണ്യം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവും. അപ്പോ കേരളത്തിൽ വന്നു പോകുന്ന മനുഷ്യനാണ്. അപ്പൊ ഈ രാജ് സുബ്രഹ്മണ്യം പറഞ്ഞിരിക്കുന്നത് അവരുടെ ഈ 13,000 കോടിക്ക് അവരുടെ ഈ ഒരു ലോജിസ്റ്റിക് സംവിധാനം വിറ്റതിലൂടെ അവർക്ക് അവരുടെ കോർ ഏരിയ ആയിട്ടുള്ള ഈ ആകാശമാർഗം വഴിയുള്ള ലോജിസ്റ്റിക്സിൽ ശ്രദ്ധിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല 10,000 പേർക്ക് അഡീഷണൽ ആയിട്ട് തൊഴിൽ കിട്ടുകയും ചെയ്യുന്നു. ഇത് വിൽക്കുമ്പോൾ മറ്റൊരു കണ്ടീഷൻ, അതിനകത്തുള്ള മുഴുവൻ ജീവനക്കാരെയും ഈ കമ്പനി ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അമേരിക്കയിലാണ് നടക്കുന്ന ആളുകൾ, അത് പൂർണ്ണമായിട്ട് വിൽക്കുകയാണ് ചെയ്തത്. അത് CMA CGM എന്ന് പറയുന്ന കമ്പനി സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതുമില്ല. 60 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ സ്ഥലം നമ്മളുടെ കയ്യിലേക്ക് വരും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ കേരള ഗവൺമെന്റിന് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നോക്കി ചിലപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം വന്നെന്നിരിക്കാം, ഒരുപാട് ഇപ്പം കാര്യമായ ലാഭം ഉണ്ടായില്ലെന്നിരിക്കാം. പക്ഷെ എത്ര തന്നെ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാലും ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമുക്ക് വിഴിഞ്ഞത്തൊരു പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിനകത്തുള്ള ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വരികയും പുറത്ത് ഈ പറഞ്ഞ പുതിയ ലോജിസ്റ്റിക്സ് കമ്പനികൾ, ഒരുപാട് അനുബന്ധ ബിസിനസ്സുകളല്ലേ, പ്രവൃത്തികളാണല്ലോ ഇതോട്ട് വരുന്നത്. ഇത് വരികയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ കേരളത്തിന്റെ പൊതുവായ വികസനത്തിൽ നിന്ന് ജനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും തൊഴിലവസരങ്ങളും മറ്റു സംഗതികളുമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ലാഭം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരു വിവാദ പ്രശ്നമുള്ളത് ഈ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് മറ്റേ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മുൻകൂർ അനുമതി വാങ്ങിയില്ല, സംസ്ഥാന സർക്കാരിനെ മുൻകൂർ അറിയിച്ചില്ല, അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് അദാനിയും ചില വിശദീകരണങ്ങളൊക്കെ തരുന്നുണ്ട്. അത് ആ വിവാദത്തിൽ അടിസ്ഥാനമുണ്ടോ? ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഔപചാരികമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന, നിയമസഭ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം അറിഞ്ഞില്ല എന്നുള്ളതാണ്. അത് ശരിയാകാൻ വഴിയില്ല. ഇത് ഒരു ധാരണയാണ്. കാരണം കേരളത്തിൽ ഇത്ര ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വലിയ കോൺട്രവേഴ്സി ഉണ്ടാവുമെന്നും ഈ കോൺട്രവേഴ്സി ഒഴിവാക്കി ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോവുക എന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ഒരു താല്പര്യം ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നുള്ളത് സംശയമില്ല. പുറമേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരള സർക്കാരിനെ ഔപചാരികമായിട്ട് അറിയിക്കാതെ ഈ ഒരു ഡീല് നടത്തിയത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അടക്കം മാറ്റിയതിൽ ഇത്തരം ചില പുറത്തു വന്ന ചില സംഗതികളിലും കഴമ്പുണ്ട് ഉണ്ടാവാം. ഉദാഹരണത്തിന് ദിവ്യ അയ്യരും അതേപോലെ തന്നെ ശ്രീ പിണറായി വിജയനും ദിവ്യ അയ്യർ കർണൻ എന്ന് വിശേഷിപ്പിച്ച KK രാഗേഷും ഒക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടും അവർക്ക് തമ്മിലുള്ള നിരന്തര ബന്ധങ്ങൾ ഉണ്ടാവാം, അല്ലേ? അപ്പൊ ആ ഒരു കർണശാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ബോധപൂർവം ശ്രദ്ധിച്ച കാര്യം, ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്തരം ഒരു പദ്ധതി കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ ഇപ്പൊ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുക എന്നുള്ള സങ്കല്പമാണ് മുഖ്യമന്ത്രി സതീശനുള്ളത്. അതിനുവേണ്ടി അദ്ദേഹമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ധനകാര്യം ഏറ്റെടുത്തു, നിയമം ഏറ്റെടുത്തു, തുറമുഖം ഏറ്റെടുത്തു, പൊതുഭരണ വകുപ്പ് ഏറ്റെടുത്തു. അപ്പൊ ഇത് ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ ഈ കേരളത്തിനെ മുഴുവൻ കൊള്ളയടിക്കാനുള്ള ശ്രമം സതീശൻ നടത്തുമെന്ന് സംശയിക്കേണ്ടി വരും. അതല്ലെങ്കിൽ കേരളത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു സംഘടിതമായ, അതല്ലെങ്കിൽ സൂക്ഷ്മമായ ഒരു ശ്രമമാണ്. എന്ത് തന്നെ ആക്ഷേപം കേട്ടാലും ഈ കേരളത്തിനെ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുക. കേരളത്തിൽ ഒരു സംഗതിയൊക്കെ, ഇത്തരത്തിലുള്ള സംഗതിയൊക്കെ നടത്തിക്കൊണ്ട് പോകണ എളുപ്പമല്ല. ഈ നറേറ്റീവ്സും കേരളത്തിന്റെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ അനുവദിക്കുന്നതല്ല. ആ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിലേക്ക് അധികം ശ്രദ്ധ പോകാതിരിക്കാൻ വേണ്ടി
വളരെ ബോധപൂർവവും തന്ത്രപൂർവവും ചെയ്ത പരിപാടിയാണ് എന്താണ് വില കുറഞ്ഞ മദ്യത്തിന് പകുതി നികുതിയാക്കിയത്. കാര്യം ഈ ബജറ്റിന്റെ ബേസിലുള്ള ചർച്ച ഈ മുഴുവൻ ഇതിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതിനെ തന്ത്രപൂർവ്വം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതല്ലെങ്കിൽ നോക്കിക്കോ പ്രേംലാൽ, ഒരു കാരണവശാലും ഈ വില കുറഞ്ഞ മദ്യത്തിന്റെ വിൽക്കാനുള്ള തീരുമാനം UDF എടുക്കില്ല. അത് മാറ്റിവെക്കാൻ എടുത്ത ഒരു സംഗതിയാണ്. ശരിക്കും നയപരമായ മാറ്റമാണത്. ആ നയപരമായ മാറ്റം ആരോടും പറയാതെ VD സതീശൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കോൺട്രവേഴ്സിക്ക് വേണ്ടി ചെയ്ത സാധനമാണ്. അപ്പൊ ആ കോൺട്രവേഴ്സി ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും എല്ലാം അതിന്റെ പിന്നാലെ പോവുകയും ഈ ഒരു സംഗതിയെ വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു കാമോഫ്ലാഷിംഗ് നടത്തി കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. അപ്പൊ അതാണ് ഒരു ചില തന്ത്രങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും. കേരളത്തിന്റെ അന്തരീക്ഷം നമ്മളെക്കാട്ടിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് സതീശൻ. കാര്യം അദ്ദേഹം അതിനകത്ത് സജീവമായി പ്രവർത്തിക്കുകയും ഈ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് വന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അപ്പോ ഇത് അതിനുവേണ്ടി ആയിരിക്കണം ഈ തന്ത്രങ്ങൾ പ്രയോഗിച്ചത്. അപ്പോ ഇതും സ്വാഭാവികമാണ്. പക്ഷെ ഇതിനെയും വളരെ എനിക്ക് തോന്നുന്നു വിദഗ്ധമായിട്ട് സതീശൻ ഇതിനെയും ഓവർകം ചെയ്ത് ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. അതുകൊണ്ടുകൂടി ആയിരിക്കണം ഒരു പക്ഷേങ്കിൽ സതീശന്റെ അറിവോടുകൂടി തന്നെ ആയിരിക്കണം അദാനി ഗ്രൂപ്പ് സെബിയെ ഇത് മുൻകൂട്ടി അറിയിച്ചത്. കാര്യം ഏകദേശം ഒരു പകുതി നടപ്പുവശം ഉറപ്പാക്കി വെച്ചിട്ട് പിന്നെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ പിന്നില് കുറെ തന്ത്രങ്ങൾ നടന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇത് സതീശന്റെ അറിവോടുകൂടി തന്നെ ആയിരിക്കും നടത്തിയിരിക്കുന്നത്.